Hello friends, welcome to Dhruv World Malayalam Recipes. ഇന്നിവിടെ നല്ല ഒന്നാന്തരം ചമ്മന്തിയാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചമ്മന്തിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ മിക്സിയിൽ സാധാരണ പലരും അരയ്ക്കുമ്പോൾ അതിൽ വെള്ളമായിട്ടായിരിക്കും നമുക്ക് അരയ്ക്കാൻ പറ്റുക. കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് ഒരു തിക്കില്ലാണ്ട് ഒക്കെ ആയിരിക്കും നമുക്ക് സാധാരണ കല്ലിൽ അരയ്ക്കുന്ന ആ ഒരു സ്റ്റൈലിൽ മിക്കവർക്കും കിട്ടില്ല. അപ്പോൾ അത് എങ്ങനെ അതെങ്ങനെ സാധിച്ചെടുക്കണു എന്നുള്ളതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. മിക്കവർക്കും അറിയായിരിക്കും ഇത്, എന്നിരുന്നാലും അറിയാത്തവർക്ക് ഉപകാരപ്പെടും എന്ന് കരുതിയിട്ടാണ് ഈ റെസിപ്പി ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് വേണ്ടത് കുറച്ച് മാങ്ങയാണ്. നല്ല പുളിയുള്ള, ഇവിടെ മാങ്ങ ചമ്മന്തിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. നല്ല പാകമായ പുളിയുള്ള മാങ്ങ, അത് നമ്മളൊരു ചെറിയ കഷ്ണം രുചിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ പുളി കൂടുതലുണ്ടോ കുറവുണ്ടോ എന്ന്. അപ്പോൾ അതിനനുസരിച്ച് നല്ല പുളിയുള്ളതാണെങ്കിൽ ഒരു 1.5 പീസ് മതി, അല്ലെങ്കിൽ 2 കഷ്ണം, നമ്മൾ പൂളെന്ന് പറയും, 2 അല്ലെങ്കിൽ 2.5 പൂളൊക്കെ ചേർക്കാം പുളി അനുസരിച്ച്. പിന്നെ വേണ്ടത് നമുക്കൊരു അരമുറി തേങ്ങയാണ് വേണ്ടത്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അപ്പോൾ എരിവിനനുസരിച്ച് അത് ചേർക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചിയാണ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 1-2 ഉള്ളി ഒരെണ്ണായാലും മതി. ഇഞ്ചി ഓപ്ഷണലാട്ടോ. മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇഞ്ചി ചേർക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ കുറച്ച് ഒരു 3-4 ഇതൾ കറിവേപ്പില. അപ്പോൾ ഇത്രയും നമുക്ക് ഉപയോഗിച്ച് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കും. ഇതിൽ തേങ്ങ ഒഴികെയുള്ള ബാക്കി എല്ലാം ഒരു ജാറിലെടുക്കുക. ഞാൻ നമ്മുടെ ദോശ അരയ്ക്കാനൊക്കെയുള്ള ആ ഒരു ജാറിൽ തന്നെയാണ് എടുക്കുന്നത്. അതാണ് എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നത്. എന്നിട്ട് ആ കഷ്ണങ്ങളെല്ലാം കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒരു 4-5 പൾസ് ചെയ്യുക, പൾസ് ബട്ടൺ ഉപയോഗിച്ച്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കുലുക്കി കൊടുക്കുക. 1-2 ചെയ്യുമ്പോൾ തന്നെ ഒന്ന് കുലുക്കിയിട്ട് പിന്നെ എഗെയിൻ വെച്ചിട്ട് 2 പൾസ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് തേങ്ങ കൂടി ചേർത്തിട്ട് ഒരു പകുതി തേങ്ങ ചേർത്താൽ മതി ആദ്യം. എന്നിട്ട് ഇതുപോലെ തന്നെ 2-3 പൾസ് ചെയ്യുക. പിന്നെ എഗെയിൻ കുറച്ച് ഉപ്പും തേങ്ങയും ബാക്കിയുള്ള തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒരു 3-4 പൾസ് ചെയ്യുക. അപ്പോൾ തന്നെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. ഇത്രയും മതി, അല്ലാണ്ട് കുറേ അരയണ പോലെ വേണ്ട. വെള്ളം ഒട്ടും ചേർക്കാതെയാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാങ്ങ കുറച്ചൊരു കടിക്കാൻ കിട്ടണം എന്നുള്ളൊരു ഇതിലുമാണ് മാങ്ങ നന്നായിട്ട് അരച്ചൊന്നും എടുക്കാത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചമ്മന്തിയുടെ സാധാരണ പാകം എന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ഇനി ഞാൻ നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു സ്വാദ് വരണത്. നമ്മൾ ചമ്മന്തി കല്ലിൽ അരച്ച് കഴിഞ്ഞിട്ട് കൈ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉരുളയാക്കും. അപ്പോഴാണ് അവിടെ ആ ഒരു ചമ്മന്തിയുടെ ഷേപ്പും അരച്ചതിൻ്റെ ഒരു ഷേപ്പും ആ സ്വാദും കിട്ടുക. ഇങ്ങനെ നമ്മൾ ചമ്മന്തി റെഡിയാക്കിയിടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസ് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ഈ ചാനലിലെ മറ്റ് റെസിപ്പികളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.